പോകേണ്ടതില്ലെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. അല്ലല്ല, വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി PR ഏജൻസികൾ പറയുന്നവർക്കാണ് ഇന്റർവ്യൂ കൊടുക്കുക. അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ ഇടവും വലവും നേരത്തെ പറഞ്ഞ പോലെ ഊരിപ്പിടിച്ച വടിവാളും ഇന്ദ്രനും ചന്ദ്രനും ഒന്നുമല്ല. ആരും വില തരില്ല. അതിനപ്പുറത്ത് 2 PR ഏജൻസി ഇരിക്കുന്നു എന്ന ആരോപണമാണ് ഹിന്ദു പത്രം ഉന്നയിച്ചത്. അവരുടെ ഈ പറയുന്ന വിശദീകരണ കുറിപ്പിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയേണ്ടെന്നേ. കള്ളമാണ് പറഞ്ഞത് ഹിന്ദു പത്രം എന്ന് പറയണ്ടേ? കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അത് കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഒരു PR ഏജൻസിയെയും ഏർപ്പാടാക്കിയിട്ടുള്ള ഗവൺമെന്റിന് ഹിന്ദു പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഈ പറയുന്ന PR ഏജൻസിയെ അപ്രോച്ച് ചെയ്തിട്ടില്ല, അതുമായിട്ടുള്ള ബന്ധം ഈ പറയുന്ന വിശദീകരണ കുറിപ്പ് തെറ്റാണ് എന്ന് പറഞ്ഞോ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. കൃത്യമായി പറഞ്ഞു. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഒരു PR ഏജൻസിയെ വച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന രണ്ട് ആളുകൾ ഉണ്ടായിരുന്നത് ആരാണെന്ന് അറിയില്ല എന്നാണ്. അതിന് ഞാൻ ചോദിച്ചു, സുബ്രഹ്മണ്യനെ അറിയില്ലേ? സുബ്രഹ്മണ്യനുമായി വലിയ ബന്ധം എല്ലാവർക്കും ഉണ്ടെന്ന് കുറച്ചു മുമ്പാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഉണങ്ങിയിട്ടില്ല വാക്കിന്റെ നനവെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള 2 കാര്യങ്ങൾ, ഇത് രണ്ടും ഈ വിശദീകരണ കുറിപ്പ് കള്ളമാണെന്ന് പറയാൻ എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ശ്രീമതി മാധു, ഇവിടെ കൈസൻ എന്ന് പറയുന്ന ഒരു PR ഉണ്ടെന്നാണല്ലോ ക്ലെയിം. നിങ്ങൾ ആ കൈസൻ എന്ന PR ഏജൻസിയുടെ ഫോൺ നമ്പർ വെബ്സൈറ്റിൽ നിന്ന് എടുത്തൊന്ന് വിളിച്ചു നോക്ക്. മറുപടി പറയാൻ ബാധ്യസ്ഥമായ ഒരു സ്ഥാപനമല്ല. കേരളത്തിലെ മാധ്യമങ്ങളുടെയോ ജനങ്ങളുടെയോ ചോദ്യത്തിന് സർക്കാരാണ് ബാധ്യസ്ഥമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ അരുൺകുമാർ, നമ്മൾ ജനാധിപത്യ കാലത്ത് ജീവിക്കുന്നത് കൊണ്ട് ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാൻ താരതമ്യപ്പെടുത്തിയില്ല. സുരക്ഷാ ക്രമീകരണത്തെയാണ് അങ്ങ് താരതമ്യം ചെയ്തത്. അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയരുത്. ഞാൻ കള്ളമെന്ന് പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നിടത്ത് സുരക്ഷാ ക്രമീകരണവും അങ്ങ് മാതൃഭൂമിയുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ ഒരു ബ്യൂറോയിൽ വന്നിരിക്കുമ്പോഴത്തെ സുരക്ഷാ ക്രമീകരണവും അങ്ങ് താരതമ്യം ചെയ്തു. അത് ശരിയല്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അത്തരത്തിലുള്ള താരതമ്യങ്ങൾ, അത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് നിരക്കാത്ത താരതമ്യങ്ങൾ സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരു ചുക്കും പേടിക്കണ്ട. നിങ്ങൾ ഈ അധാർമികമായിട്ടുള്ള മാർഗത്തിലൊക്കെ പോകുമ്പോഴാണ് ഭാവിയിൽ കേസ് വരുമോ, ഭാവിയിൽ നിങ്ങളെ അത് ചെയ്യോ ഇത് ചെയ്യോ എന്നുള്ള പേടി. അല്ലാതെയും പേടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെയും പേടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെന്ന് പറയാൻ എന്റെ അടുത്ത് ഒരുപാട് എനിക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഉദാഹരണങ്ങളുണ്ട്. ശ്രീ അരുൺകുമാർ, നമുക്ക് വേറെ ദിവസം ചർച്ച, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കേസുകളെ പറ്റി. എന്നെ എടുത്തിട്ട് പരീക്ഷിക്കുകയാണോ? RSSനെ തള്ളി പറയുന്നതിന് മുൻപ് തന്നെ, RSSനെ തള്ളി പറയാതെ തന്നെ നിങ്ങൾക്കും അദ്ദേഹം സ്വീകാര്യനായിരുന്നല്ലോ. നിങ്ങൾ ഇരു കൈ നീട്ടി നിൽക്കുകയുമായിരുന്നല്ലോ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഗുരുതരമായ വർഗീയ വിദ്വേഷമാണല്ലോ നടപടിയെടുക്കാവുന്നത് അല്ലേ ശ്രീ അരുൺകുമാർ? താങ്കൾ അഡ്വക്കേറ്റ് കൂടിയാണല്ലോ. ഇതൊക്കെ അപ്പോൾ സ്പോട്ടിൽ നടപടിയെടുത്ത് ജയിലിലിടേണ്ട കേസാണല്ലോ ഈ പോസ്റ്റുകളൊക്കെ. എന്താണ് LDF നടപടിയെടുക്കാത്തത്? LDF സർക്കാർ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? അതൊക്കെ അന്വേഷിക്കാൻ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ശരിക്കും നിങ്ങളുടെ വികസന നേട്ടമാകുമായിരുന്നില്ലേ? വർഗീയതക്കെതിരെ ഇത്രയും വിദ്വേഷ പ്രചാരണം നടത്തുമ്പോൾ ആ പോസ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ട്, എന്നിട്ടത് അയാൾ പാർട്ടി മാറുമ്പോൾ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ വെച്ചിരിക്കുകയായിരുന്നോ? അല്ല, ഇദ്ദേഹം ഇങ്ങനെ നിരവധി പ്രസ്താവനകൾ നടത്തിയ ആ ഘട്ടത്തിലൊന്നും ആർക്കും പരാതിയില്ല. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന പരാതി നിങ്ങൾക്കുണ്ടായാലും പറഞ്ഞ അദ്ദേഹത്തിന്റെ പരാതി പോലും വേണമെന്നില്ല. ഞാൻ പറയട്ടെ, വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചാൽ പരാതി ആർക്കും ഉണ്ടാകണമെന്നില്ല. ഇതിനാദ്യം താങ്കൾ മറുപടി നൽകണം. ഇത്രയും കടുത്ത വിദ്വേഷ പ്രചാരണം നടത്തിയ സന്ദീപ് വാര്യർക്കെതിരെ എന്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നത് വരെ നിങ്ങൾ ഒരു പ്രതിഷേധമോ നിയമ നടപടിയോ സ്വീകരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.